നമസ്കാരം, ധനി സ്പേസ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2022 ചോദിച്ച 10th ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സ്റ്റേജ് 4ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 23-ലെയൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഇനി ഒന്നിച്ച് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 7122 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത്. അത് നോക്കാം. തുടർന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ചെയ്യാം. എല്ലാ പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് പ്രിലിംസ് എഴുതാനുള്ളൊരു ഇത് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഈ പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ആണ് ഏകദേശം LGSൻ്റെ ലെവലിലേക്ക് വന്നേക്കുന്നത്. പരിശോധിച്ച് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഈ പ്രിലിംസ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നന്നായി പഠിച്ചു പോവുക. ഓക്കെ, ജസ്റ്റ് മാർക്ക് ചെയ്ത് പോകാം. നമുക്ക് എത്ര മാർക്ക് കിട്ടും നോക്കാം അല്ലേ. കുറേ എക്സാംസൊക്കെ എഴുതിയായിരിക്കും എല്ലാവരും. അപ്പോൾ നോക്കാം. ഫസ്റ്റ് വൺ, 2019 WHO ചീഫ് സയൻറ്റിസ്റ്റായി നിയമിതനായ ഇന്ത്യൻ വനിത ആരാണ്? 2019 WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ചീഫ് സയൻറ്റിസ്റ്റായി നിയമിതയായ ഇന്ത്യൻ വനിത ആരാണ്? സ്വാതി മോഹൻ, രോഹിണി ഗോഡ്ബോൾ, സൗമ്യ സ്വാമിനാഥൻ, ഋതു കരുതാൾ. ആൻസർ ഓപ്ഷൻ സി ആണ്, സൗമ്യ സ്വാമിനാഥൻ. 2019 WHO ചീഫ് സയൻറ്റിസ്റ്റായി നിയമിതയായ ഇന്ത്യൻ വനിത ആരാണ്? ആൻസർ സൗമ്യ സ്വാമിനാഥൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡോക്ടർ കസ്തൂരിരംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഘടന എപ്രകാരമാണ്? ഡോക്ടർ കസ്തൂരിരംഗൻ സമിതി സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഘടന എപ്രകാരമാണ്? ആൻസർ വരുന്നത് 5+3+3+4. ഓപ്ഷൻ എ ആണ്. 5+3+3+4 ആണ് ഡോക്ടർ കസ്തൂരിരംഗൻ സമിതി കേന്ദ്രത്തിന് അല്ലേ. നെക്സ്റ്റ് വൺ, റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ഏതാണ്? റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ഏതാണ്? ഓപ്ഷൻസ്: സാഞ്ചി സ്തൂപം, ഹംപി, മംഗൾയാൻ, ചെങ്കോട്ട. ആൻസർ ചെങ്കോട്ടയാണ്. ചെങ്കോട്ട. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ ചെങ്കോട്ടയാണ് കാണുന്നത്. നെക്സ്റ്റ് വൺ, 2024 ഒളിമ്പിക്സ് വേദി ഏതായിരുന്നു? നമുക്കറിയാം. ആൻസർ പാരീസാണ്. 2024 ഒളിമ്പിക്സ് വേദി പാരീസായിരുന്നു. നെക്സ്റ്റ് വൺ, മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്നതിനുള്ള പദ്ധതി ഏതാണ്? മസ്തിഷ്ക മരണം, അതായത് തലച്ചോറ്, നമ്മുടെ ബ്രെയിൻ സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്നതിനുള്ള പദ്ധതി ഏതാണ്? മൃതസഞ്ജീവനി, ജീവനി സഞ്ജീവനി, ജീവനം, ജീവൻ ദീപിക എന്ന് പറയും. അപ്പോൾ മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്നതിനുള്ള പദ്ധതി ഏതാണ്? ആൻസർ എന്താണ്? മൃതസഞ്ജീവനിയാണ് അല്ലേ. അവയവദാന പദ്ധതി മൃതസഞ്ജീവനിയായിരുന്നു. അപ്പോൾ മോഹൻലാലിനെയൊക്കെ ഓർമ്മ വരാം. നെക്സ്റ്റ് ഓൺ, യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ആൻസറിൽ വരുന്നത് ഓപ്ഷൻസ്: ഫെബ്രുവരി 12, 21, മാർച്ച് 22, മാർച്ച് 21. ആൻസർ എന്താണ്? ഫെബ്രുവരി 21 മാതൃഭാഷാ ദിനം. അന്തർദേശീയ മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21. അന്തർദേശീയ മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21 നമ്മൾ ആചരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഭരണതലത്തിലും ഉദ്യോഗതലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിവ് തടയുന്നതിനായി സംസ്ഥാന തലത്തിൽ രൂപം നൽകിയിട്ടുള്ളതാണ് ലോകായുക്ത. നിലവിൽ സംസ്ഥാനത്തെ ലോകായുക്ത ഏതാണ്? ഇവിടെ നമുക്ക് ആൻസർ ഡോക്ടർ സിറിയക് ജോസഫ് അല്ലേ. ജസ്റ്റിസ് സിറിയക് ജോസഫ് ആണ്. 22 സിറിയക് ജോസഫ് ആണ് ലോകായുക്ത. ഓക്കെ, നെക്സ്റ്റ് വൺ, 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ. അപ്പോഴും ക്രിക്കറ്റിന് പ്രസക്തി ഉണ്ട്. നമ്മൾ ക്രിക്കറ്റിൻ്റെയും ഫുട്ബോളിൻ്റെയും ഒക്കെ ലിസ്റ്റുകൾ എടുത്ത് വെച്ച് നോക്കി അത് കറണ്ട് അഫെയർ വെച്ചിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. കറണ്ടിലി എന്താ അപ്ഡേറ്റ്സ് ചെയ്ത് പഠിക്കണം. അപ്പോൾ ഇവിടെ 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഏതാണ്? നമുക്ക് ആൻസർ ഇവിടെ ഇംഗ്ലണ്ടാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് വൺ, ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തര അറ്റ്ലാന്റിക് സംഘടന നാറ്റോ രൂപം കൊണ്ടത് 1949 ഏപ്രിൽ 4 ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. അംഗരാജ്യങ്ങൾക്ക് നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക എന്നതാണ് ലക്ഷ്യം. ഇവിടെ ശരിയായ പ്രസ്താവന ഏതാണ്? നാറ്റോയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ നമുക്ക് 1, 2, 3 എന്താണ് ശരിയായ പ്രസ്താവനയാണ്. നാറ്റോയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനയാണ്. ഒന്നുകൂടി നമുക്ക് നോക്കാം. ഉത്തര അറ്റ്ലാന്റിക് സഖ്യ സംഘടന നാറ്റോ, നോർത്ത്.
ഉത്തര അറ്റ്ലാന്റിക് സഖ്യ സംഘടന നാറ്റോ രൂപം കൊണ്ടത് 1949 ഓഗസ്റ്റ് അല്ലല്ലോ ഏപ്രിൽ 4 ഏപ്രിൽ 4 ഏപ്രിൽ 4 രൂപം കൊള്ളുന്നത്. ഉത്തര അറ്റ്ലാന്റിക് സഖ്യ സംഘടന രൂപം കൊള്ളുന്നത് 1949 ഏപ്രിൽ 4 ഓക്കെ അല്ലേ. നെക്സ്റ്റ്, ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. ഇനി അംഗരാജ്യങ്ങൾക്ക് നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക എന്നതാണ് നാറ്റോയുടെ ലക്ഷ്യം. അംഗരാജ്യങ്ങൾക്കെതിരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക എന്നതാണ് നാറ്റോയുടെ ലക്ഷ്യം. അടുത്ത നമുക്ക് നോക്കാം. 2022 രാജ്യത്ത് എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യം നേടുന്നതിനായി 2015 ജൂൺ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? ഏതായിരുന്നു അല്ലേ? അതെന്ന് പറഞ്ഞത് ഏതാണ്? പ്രധാനമന്ത്രി ആവാസ് യോജനയാണ്. ഓക്കെ, ഇത് വീടെന്ന് കാണുമ്പോൾ വേഗം നമുക്ക് ആൻസർ വേറെ വരും. പക്ഷേങ്കിൽ ഒന്നും നോക്കണം. 2015 ജൂൺ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതി എന്തായിരുന്നു? പ്രധാനമന്ത്രി ആവാസ് യോജന. ആവാസം താമസിക്കുക എന്നുള്ളതാണ് ആവാസ് യോജന. നെക്സ്റ്റ് വൺ, ഹിമാലയ പർവ്വതത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് ഇവ ഒന്നുമല്ല. ഹിമാലയ പർവ്വതത്തിൻ്റെ തെക്ക് ഭാഗം ഏതാണ്? സിവാലിക്കാണ് അല്ലേ. 3 ഭാഗമുണ്ട് നിങ്ങൾക്കറിയാം. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് ഉണ്ട്. അതിൻ്റെ തെക്ക് ഭാഗം ഏതാണ്? സിവാലിക്ക്. തെക്ക് ഭാഗം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? കൊച്ചി, കോഴിക്കോട്, മുംബൈ, വിഴിഞ്ഞം. ആൻസർ എന്തായിരുന്നു? വിഴിഞ്ഞം. നമുക്കറിയാം അല്ലേ. തിരമാലകളിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടവിടെയാണ് വിഴിഞ്ഞം അല്ലേ. പുതിയ കപ്പലുകളൊക്കെ വരുന്നുണ്ടെന്ന് നമുക്കറിയാം. നെക്സ്റ്റ് വൺ, ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ, ഗുജറാത്ത്, പശ്ചിമ ബംഗാൾ, അരുണാചൽ പ്രദേശ്. ആൻസർ എന്താണ്? നമുക്ക് പശ്ചിമ ബംഗാളാണ് ആൻസർ. പശ്ചിമ ബംഗാൾ. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം ഏതാണ്? ഭോപ്പാൽ, നാഗ്പൂർ, റായ്പൂർ, ഡൽഹി. ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം ഏതാണ്? ആൻസർ എന്താ വരിക? നമുക്ക് നാഗ്പൂർ ആണ് കേന്ദ്രഭാഗമായ നഗരം. സെൻട്രൽ നഗരം, സെൻട്രൽ മുനിസിപ്പാലിറ്റി, സെൻട്രൽ നഗരം അല്ലേ. സെൻട്രൽ ടൗൺ നഗരം നാഗ്പൂറാണ്. സെൻട്രൽ ടൗൺ നാഗ്പൂർ കിട്ടും അല്ലേ. കേന്ദ്രഭാഗമായ നഗരം നാഗ്പൂറാണ്. ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം ഏതാണ്? നാഗ്പൂരാണ്. അടുത്തത്, പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? കൃഷ്ണ, നർമ്മദ, കാവേരി, കബനി. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നിൽ നിന്ന് വരുന്നത് ആര് വരുന്നു? കാവേരിയാണ് വരുന്നത്. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് വരുന്ന ഉത്ഭവിക്കുന്ന ആരാണ്? കാവേരി അല്ലേ. കാവേരിയുടെ ഒരു പോഷക നദി നമുക്കറിയാം, കബനി നദി അല്ലേ. വയനാട്ടിൽ കൂടെ ഒക്കെ പോകുന്ന കബനി നദി. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? 1, പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്ന് വിളിക്കുന്നു. കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കുന്നു. കറുത്ത മണ്ണിന് ഈർപ്പം വഹിക്കുന്നതിനുള്ള കഴിവ് കുറവാണ്. എക്കൽ മണ്ണിന് ഫലപുഷ്ടി കുറവാണ്. നമുക്ക് ആൻസർ എന്താണ്? 1ഉം 2ഉം എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. 1 മീൻസ് പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്ന് വിളിക്കുന്നു. കറുത്ത മണ്ണ് റിഗർ എന്നും വിളിക്കുന്നു അല്ലേ. 1ഉം 2ഉം ശരിയാണ് അല്ലേ. എക്കൽ മണ്ണ് ഖാദറാണ്, കറുത്ത മണ്ണ് റിഗർ എന്നുമാണ് നമുക്കറിയാം. ഖാദറും റിഗറും അല്ലേ. പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്ന് വിളിക്കുന്നു, കറുത്ത മണ്ണ് റിഗർ എന്ന് വിളിക്കുന്നു.
നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ്? മുംബൈ, ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ. ആൻസർ എന്താ വരിക? മുംബൈയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് പോസ്റ്റ് ഓഫീസ് മുംബൈ ആണ് അല്ലേ? മുംബൈ, നമ്മുടെ നഗരം മുംബൈയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? മുംബൈ തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ്, 3 തലസ്ഥാനങ്ങളിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. 3 തലസ്ഥാനം അല്ലേ? 3 സെൻറ്റർ, 3 തലസ്ഥാനം, 3 ഹെഡുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ജമ്മു കാശ്മീർ, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, ഉത്തരാഖണ്ഡ് അല്ലേ? ഇവിടെ 3 തലസ്ഥാനം അല്ലേ? 3 ഹെഡ് സ്ഥാനമുള്ളത് ആർക്കാണെന്ന് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണിത്? ആന്ധ്രാപ്രദേശ് അല്ലേ? ആന്ധ്രാപ്രദേശിനെ വിഭജിച്ച് അങ്ങനെ പലതുമൊക്കെ 3 തലസ്ഥാനം അവർക്ക് വന്നു. അതാണ് പറയുന്നത് കേട്ടോ. ആന്ധ്രാപ്രദേശാണ്. 3 തലസ്ഥാനമുള്ള തെലുങ്കാനയൊക്കെ അന്ന് മുറിച്ച് മാറ്റിയതല്ലേ? നമുക്കറിയാം. പൊറ്റി ശ്രീരാമുലൊക്കെ വന്നിട്ട് നിരാഹാരമൊക്കെ കിടന്ന് അങ്ങനെ എന്തായി? ആന്ധ്രാപ്രദേശിന് 3 തലസ്ഥാനങ്ങൾ ഉണ്ടായില്ലേ? അങ്ങനെ 3 തലസ്ഥാനങ്ങൾ ഉണ്ടായ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ, ജലസേചനം നടത്തുക അല്ലേ? വെള്ളം ഒഴിക്കുക. ജലസേചന കനാൽ ഏതാണ്? വെള്ളം ഒഴിക്കാൻ വേണ്ടി, വെള്ളം കിട്ടാൻ വേണ്ടി. എല്ലാ കനാലിലും വെള്ളമുണ്ട്, പക്ഷേ ജലസേചനത്തിന് മാത്രമായുള്ള കനാലുകൾ ഇല്ലേ പെട്ടാറുണ്ട്. അപ്പോൾ അതേതാണ് ഏറ്റവും വലിയ ജലസേചനത്തിനുള്ള കനാൽ? ഓക്കെ. അപ്പോൾ യമുന കനാലാണ്, ഇന്ദിര കനാലുണ്ട്, സിർഹന്ദ് കനാലുണ്ട്, അപ്പർ ബാരിഡോബ് കനാൽ അല്ലേ? അപ്പർ ബാരിഡോബ് കനാൽ. അപ്പോൾ ഇതിലേതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ? ആൻസർ നമുക്കറിയാം, ഇന്ദിരാഗാന്ധി കനാൽ തന്നെയാണ് കേട്ടോ. ഇന്ദിരാഗാന്ധിയാണ്. നമുക്ക് ഇന്ദിരാഗാന്ധി അറിയാമല്ലോ അല്ലേ? ഇന്ദിരാഗാന്ധി അറിയാം. അപ്പോൾ ഏറ്റവും വലിയ ആ സമയത്തുള്ള ഇന്ദിരാഗാന്ധി കനാലാണ് ഏറ്റവും വലിയ ജലസേചന കനാൽ. ഇന്ദിരാഗാന്ധി കനാൽ ഏറ്റവും വലിയ ജലസേചന കനാൽ അല്ലേ? ഒരു വലിയ സ്ത്രീയാണ് അല്ലേ? വലിയ സ്ത്രീയാണ്. വലിയ കഴിവുള്ള സ്ത്രീയായിരുന്നു അല്ലേ? നമുക്ക് ആ നരയൊക്കെ ഓർമ്മ, ഇന്ദിരാഗാന്ധി ഓർമ്മ വരാം അല്ലേ? നടുക്കൂടെ മുടിക്കൊരു നരയൊക്കെ ഇല്ലേ നടുക്കൂടെ? നല്ല ഐശ്വര്യമുണ്ട് അതിന് അല്ലേ? അപ്പം വലിയ കഴിവുള്ള വലിയ അപ്പോൾ വലിയ ജലസേചന കനാൽ ഇന്ദിരാഗാന്ധി കനാലാണ്. ഇനി പരുത്തി തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പരുത്തി തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട്, മഹാരാഷ്ട്ര. ആൻസർ ഈസ് ഗുജറാത്ത് ആണ്. പരുത്തിത്തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ്? ഗുജറാത്താണ്. നെക്സ്റ്റ്, ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? നോക്കാം. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? മുയൽ, ആന, കടുവ, സിംഹം. എല്ലാവർക്കും അറിയാമായിരിക്കില്ലേ? പൈതൃക മൃഗം എന്ന് പറയുമ്പോൾ അത് ആന അല്ലേ? ആനയെക്കുറിച്ച് കുറേയധികം നമ്മൾ കേട്ടിട്ടുണ്ട് എപ്പോഴും അല്ലേ? പൈതൃക മൃഗം പൈതൃകമായി കിട്ടിയതല്ലേ? പാരമ്പര്യമായി കിട്ടിയതാണത്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ആനയാണ്. ഇനി ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ BR അംബേദ്കർ, CV ബോസ്, ജവഹർലാൽ നെഹ്റു. ആൻസർ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇനി അടുത്തത് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടന ഭേദഗതി ഏതാണ്? 43, 42, 41, 42 അല്ലേ? ആൻസർ ഈസ് 42 മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് മൗലിക കടമകൾ കൊണ്ട് ഉൾപ്പെടുത്തിയത് ഏതാണ്? 42 ഭേദഗതിയാണ് കേട്ടോ. 42 ഭേദഗതി, ചെറുതെന്നൊക്കെ പറയത്തില്ലേ? 42 മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ പറയാറുണ്ട് അതിനെ. 42 ഭേദഗതി എന്ന് പറയുന്നു. ഇനി ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ് അല്ലേ? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ, ബങ്കിം ചാറ്റർജി ഉണ്ട്, അർബിന്ദോ, കബീർ ദാസ് അല്ലേ? നമുക്ക് ആൻസർ അറിയാം, ആരാണെന്നറിയാം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ദേശീയ ഗീതം രചിച്ചത് അല്ലേ? ദേശീയ ഗീതം എന്ന് പറയുമ്പോഴത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബങ്കിം ഗീതം. നെക്സ്റ്റ്, വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം അല്ലേ? എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു. 2005 പ്രാബല്യത്തിൽ വന്ന വർഷം.
ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ? ഏതാണ്? ഭാഗം 3 അല്ലേ? ഭാഗം 3യിലാണ് മൗലിക അവകാശം മൂന്നാമതാണ് വരിക. മൗലിക അവകാശം മൂന്നാമതാണ് വരിക. അവകാശം നമുക്ക് മൂന്നാമതാണ് കിട്ടുക. നെക്സ്റ്റ്, ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകളുണ്ട്? എത്രയുണ്ട്? 24 ആരക്കാലുണ്ട് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ് അല്ലേ? നമുക്കിവിടെ ജസ്റ്റിസ് ഇവിടെ എന്താ കൊടുത്തേക്കെന്ന് നോക്കട്ടെ, അരുൺകുമാർ മിശ്ര. ഓക്കെ, മുമ്പോട്ട് പോകാം. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി, ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? പിംഗലി വെങ്കയ്യ, നങ്കുരൂരി പ്രകാശം, പോറ്റി ശ്രീരാമലു, രവീന്ദ്രനാഥ് ടാഗോർ. അവിടെ ആൻസർ എന്താണ്? പിംഗലി വെങ്കയ്യാണ് രൂപകൽപ്പന ചെയ്യുന്ന ദേശീയ പതാക രൂപകൽപ്പന ചെയ്യുന്ന ആരാണ്? പിംഗലി വെങ്കയ്യ അല്ലേ? ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത ആരാണ്? പിംഗലി വെങ്കയ്യ. ഇനി ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടാത്തത്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, സമത്വാവകാശം. ആൻസർ എന്താണ് വരുന്നത്? സ്വത്തവകാശമാണ്. മൗലികാവകാശം ഉൾപ്പെടാത്ത ഏതാണ്? സ്വത്തവകാശമാണ്. അടുത്തത്, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ്? നമുക്കറിയാം എന്താണത്? ക്വിറ്റ് ഇന്ത്യ സമരം അല്ലേ? ലാസ്റ്റ് സമരം ക്വിറ്റ് ഇന്ത്യ സമരമാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ക്വിറ്റ് ഇന്ത്യ സമരം, ക്വിറ്റ് ഇന്ത്യ ഗോ ബാക്ക് അല്ലേ? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നാണ് ഗാന്ധിജി കൊടുത്തത് മന്ത്രം അല്ലേ? നെക്സ്റ്റ് വൺ, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇത് ആരുടെ പ്രഖ്യാപനമാണ്? എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞവരാണ്? ഗാന്ധിജി, പട്ടേൽ, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്. ആൻസർ എന്താണ്? സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറഞ്ഞത് നിങ്ങൾ എനിക്ക് രക്തം തന്നോളൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചതെന്നാണ്? 30 മാർച്ച് 28, 30 ഏപ്രിൽ 1, 30 മാർച്ച് 6, 30 ഏപ്രിൽ 6 അല്ലേ? നമ്മുടെ ആൻസർ എന്താണ്? 30 ഏപ്രിൽ 6 ഇത് PSC ആൻസർ. 1930 ഏപ്രിൽ 6 നമുക്ക് കേരള PSC ആൻസർ. ഉപ്പ് കുറുക്കി ആരംഭിച്ചാണ് കേട്ടോ. 30 ഏപ്രിൽ 6 കറക്റ്റ്. നെക്സ്റ്റ് വൺ, അതിർത്തി ഗാന്ധി. അതിർത്തി ഗാന്ധി അല്ലേ? ആരാണ്? അതിർത്തി ഗാന്ധി. അതിർത്തി ഗാന്ധി ചേർത്തങ്ങ് വായിക്കാം. ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. നെക്സ്റ്റ് വൺ, ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായിക ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായിക ആരാണ്? അരുണ അസഫ് അലിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക അരുണ അസഫ് അലി. നാഗന്മാരുടെ റാണി ആരാണ് അല്ലേ? റാണി ഗൈഡിലിയു. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. താഴെ കൊടുത്ത വ്യക്തികളിൽ നിന്ന് 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്താരാണ് അല്ലേ? ഇത് ഇപ്പോഴും LGSനും ചോദിച്ചിട്ടുണ്ട്. താഴെ കൊടുത്ത വ്യക്തികളിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആരാണ് അല്ലേ? നമുക്കുള്ള പ്രിലിംസിലും ഇത് ചോദിക്കാം. ആരാണ് 3 പങ്കെടുത്ത ആരാണ് ഇവിടെ ഉള്ളത്? BR അംബേദ്കർ അല്ലേ? നെക്സ്റ്റ്, ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏത് നിയമത്തിനെതിരെയായിരുന്നു ജനങ്ങൾ ജാലിയൻവാലാ ബാഗിൽ പ്രതിഷേധ സമരത്തിൽ ഒത്തുചേർന്നത്? ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏത് നിയമത്തിനെതിരെയായിരുന്നു ജനങ്ങൾ ജാലിയൻവാലാ ബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? ഏതൊക്കെയാണെന്ന് നോക്കാം. ഓപ്ഷൻസ്: സൈമൺ നിയമം, റൗലത്ത് നിയമം, പിറ്റ്സ് ഇന്ത്യ നിയമം, ഇൽബർട്ട് നിയമം അല്ലേ? സോ ദി ആൻസർ ഈസ് റൗലത്ത് നിയമം കേട്ടോ. ജാലിയൻവാലാ ബാഗ് നിയമം ഓർക്കുമ്പോൾ കൂടെ ആരെയും കൂടി ഓർത്താൽ മതി. 1919 ജാലിയൻവാലാ ബാഗ് നിയമം കൂടെ ഓർക്കണം. ആരെ ഓർക്കണം? റൗലത്ത് നിയമം കൂടി ഓർത്ത് വെച്ചേക്കാം. നെക്സ്റ്റ് വൺ, വിധിയുമായൊരു കൂടിക്കാഴ്ച എന്നത് ആരുടെ അവസ്മരണീയ പ്രസംഗമായിരുന്നു? വിധിയുമായൊരു കൂടിക്കാഴ്ച ആരുടെ പ്രസംഗമായിരുന്നു? ആരുടെ പ്രസംഗം? നെഹ്റുവിൻ്റെയാണ്. വിധിയുമായൊരു കൂടിക്കാഴ്ച ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസംഗമാണ് വിധിയുമായൊരു കൂടിക്കാഴ്ച. നെക്സ്റ്റ്, ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒ ഡയറിനെ വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു? ജാലിയൻവാലാ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ
സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു? ആൻസർ എന്താണ്? ഉദ്ധം സിംഗ് ആണ്. ഉദ്ധം സിംഗ്. നെക്സ്റ്റ് വൺ, യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കണ്ണൂർ, പാലക്കാട്, വയനാട്, കാസർഗോഡ്. ആൻസർ കാസർഗോഡ്. സൈലൻറ്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട. ആൻസർ എന്താണ്? പാലക്കാട് ജില്ല. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ആൻസർ നമുക്ക് വരിക വേമ്പനാട് കായൽ. വലിയ കായൽ വേമ്പനാട്ട് കായൽ. വേമ്പനാട് കായൽ. ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായൽ. ഓക്കെ, അങ്ങനെ തന്നെ പഠിച്ചു. വലിയ കായൽ വേമ്പനാട് കായൽ തന്നെ പഠിച്ചപ്പോൾ മറ്റു കായൽ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് വരും. സോ വലിയ കായൽ വേമ്പനാട് കായൽ തന്നെ പഠിക്കുക. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദി എന്ന് കണ്ടെത്തുക. കല്ലടയാർ, പാമ്പാർ, കരമനയാർ, മണിമലയാർ. ആൻസർ എന്താ വരിക? പാമ്പാർ അല്ലേ? പാമ്പാറാണ്. കിഴക്കോട്ടൊഴുകുന്ന നദികൾ പാമ്പാർ അല്ലേ? ബാക്കി ആരൊക്കെയുണ്ട്? കബനി, ഭവാനിയും ഉണ്ടല്ലേ? കിഴക്കോട്ട് പോകുന്നതിൽ കബനിയും ഭവാനിയും ഉണ്ട്. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കിയാണ്. ഓക്കെ, ഓർത്ത് വെക്കുക. ഏറ്റവും വലുത് ഇടുക്കി. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? കേരളത്തിൻ്റെയാണ് മലമുഴക്കി വേഴാമ്പൽ. മലമുഴക്കി വേഴാമ്പൽ. നെക്സ്റ്റ് വൺ, പ്രാചീന തമിഴകത്തിൻ്റെ തിണകളിൽ ഒന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള വിഭാഗമാണ്? നെയ്തൽ എന്ന് പറയുന്നത് കുറിഞ്ചി, മരുത്ത്, അങ്ങനെ നെയ്തൽ അല്ലേ, തീറ്റ, അങ്ങനെയൊക്കെ കുറേ എന്താ പറയുക തിണകളുണ്ട് അല്ലേ? അതിലൊന്നാണ് നെയ്തൽ. ആ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂവിഭാഗമാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മുടെ ആൻസർ എന്താണ്? തീരപ്രദേശമാണ് നെയ്തൽ. തീരപ്രദേശമാണ് നെയ്തൽ കേട്ടോ. ഇങ്ങനെ നെയ്തൽ തീരപ്രദേശം ഉണ്ട്. ഒരു തീരപ്രദേശം, നെയ്തൽ തീരപ്രദേശം. നെക്സ്റ്റ് വൺ, കൊടുങ്ങരപ്പള്ളം പുഴ ഏത് പ്രദേശം ബന്ധപ്പെട്ടിരിക്കുന്നു? കൊടുങ്ങരപ്പള്ളം പുഴ അല്ല, റിപ്പീറ്റ് ചോദിക്കാറുണ്ടത് അട്ടപ്പാടിയാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ല. ഭാരത സർക്കാരിൻ്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി? OM നമ്പ്യാർ, KP തോമസ്, AK കുട്ടി, S പ്രദീപ് കുമാർ. ഭാരത സർക്കാരിൻ്റെ ദ്രോണാചാര്യ പുരസ്കാരം OM നമ്പ്യാർ. നെക്സ്റ്റ് വൺ, ആത്മോപദേശ ശതകത്തിൻ്റെ കർത്താവ് ആരാണ്? ആത്മോപദേശ ശതകത്തിൻ്റെ കർത്താവ് ആരാണ്? എൻ്റെ ആൻസർ പറഞ്ഞാൽ ശ്രീനാരായണ ഗുരു. ആത്മോപദേശ ശതകം, ശതകമാണോ? ശതകം, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലേ? ശ്രീനാരായണ ഗുരു. നെക്സ്റ്റ് വൺ, കന്യാകുമാരിയിലെ ശാസ്താംകോട്ടയിൽ ജനിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി അല്ലേ, വൈകുണ്ഠസ്വാമികൾ. കന്യാകുമാരി, ശാസ്താംകോട്ട, വൈകുണ്ഠസ്വാമികൾ. നെക്സ്റ്റ് വൺ, ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻസ് വായിക്കാം. സഹോദരൻ അയ്യപ്പൻ, ആഗമാനന്ദൻ, പള്ളത്തുരാമൻ, വാഗ്ഭടാനന്ദൻ. ആൻസർ വാഗ്ഭടാനന്ദൻ. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? രാമകൃഷ്ണപിള്ള, വക്ക അബ്ദുൽ ഖാദർ മൗലവി, KP കേശവമേനോൻ, CV കുഞ്ഞിരാമൻ. ആൻസർ വക്കം അബ്ദുൽ ഖാദർ മൗലവി. നെക്സ്റ്റ് വൺ, പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ, അയ്യത്താൻ ഗോപാലൻ, P പൽപ്പു, പൊയ്കയിൽ കുമാരഗുരു. ആൻസർ പൊയ്കയിൽ കുമാരഗുരു. പ്രത്യക്ഷ രക്ഷാ ദേവസഭ പൊയ്കയിൽ കുമാരഗുരു. നെക്സ്റ്റ് വൺ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? AK ഗോപാലൻ, K കേളപ്പൻ, TK മാധവൻ, മന്നത്ത് പത്മനാഭൻ. ആൻസർ മന്നത്ത് പത്മനാഭൻ. സവർണജാഥ മന്നത്ത് പത്മനാഭൻ. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി? ക്യാപ്റ്റൻ ലക്ഷ്മി, ചമ്പകരാമൻ, വക്കം അബ്ദുൽ ഖാദർ, N പരമേശ്വരൻ നായർ. ആൻസർ വക്കം അബ്ദുൽ ഖാദർ. ബ്രിട്ടീഷ് നോക്കണം, ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? രാരിച്ചൻ മൂപ്പൻ, അയ്യങ്കാളി, KP വള്ളോൻ, നീലകണ്ഠൻ ചാനൻ. ആൻസർ അയ്യങ്കാളി. നെക്സ്റ്റ് വൺ,
അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്കെന്ന നാടകം രചിച്ചതാരാണ്? വി ടി ഭട്ടതിരിപ്പാട്, പ്രേംജി, എം.ജി.ആർ. ഭട്ടതിരി, തോപ്പിൽ ഭാസി. ആൻസർ വി ടി ഭട്ടതിരിപ്പാട്. നെക്സ്റ്റ് വൺ, വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, ഉള്ളൂർ നടരാജ ഗുരു. ആൻസർ ചട്ടമ്പി സ്വാമികൾ. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികൾ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? മെലറ്റോണിൻ, ഇൻസുലിൻ, ഗ്ലൂക്കോൺ, അഡ്രിനാലിൻ. ആൻസർ എന്താണ്? ഇൻസുലിൻ. ഇപ്പോഴും LGS ഇതേപോലെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നെക്സ്റ്റ്, സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? AB ഗ്രൂപ്പ്, O ഗ്രൂപ്പ്, A ഗ്രൂപ്പ്, B ഗ്രൂപ്പ്. ആൻസർ ദാതാവ് O ഗ്രൂപ്പ്. വൈഡൽ ടെസ്റ്റ് ഏത് രോഗം ബന്ധപ്പെട്ടതാണ്? ടൈഫോയിഡ്, പ്ലേഗ്, കുഷ്ഠം, ക്ഷയം. ആൻസർ എന്താണ്? ടൈഫോയിഡ്. വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ്, വൈഡൽ ടൈഫോയിഡ്. നെക്സ്റ്റ് വൺ, മനുഷ്യശരീരത്തിലെ വാരിയെല്ലിൽ എത്ര അസ്ഥിയുണ്ട്? വാരിയെല്ലിൽ എത്ര അസ്ഥിയുണ്ട്? 22, 30, 24, 12. ആൻസർ 24 അല്ലേ? 12 ജോഡി 24 അസ്ഥികളുണ്ട്. ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം? ജീവകം ADCE. ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലേ? ജീവകം D ആണ് കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം. കുടിവെള്ളമായി ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 6.0 to 8.0, 6.5 to 8.0, 6.5 to 7.5, 7.0 to 7.5. ആൻസർ അല്ലേ? ഇതിൻ്റെ pH എന്താ പറയുന്നത്? 6.5 to 7.5 ഏകദേശം ഇതിലേക്ക് വരും അല്ലേ? 6 to 7 ആണ് നമുക്ക് ഏകദേശം കിട്ടുക. ന്യൂട്രലാണ് നമ്മുടെ വെള്ളം അല്ലേ? അസിഡിക്കുമല്ല ആൽക്കലിയുമല്ല അല്ലേ? അപ്പോൾ ന്യൂട്രലാണ് വെള്ളം എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ്, വാസ്തലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? വാസ്തലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി. ഏതാണ്? എപ്പിഫൈറ്റ് അല്ലേ? എപ്പിഫൈറ്റ് എന്ന് പറയുമ്പോഴേ ജീവിക്കാനായി മാത്രം, ഇപ്പോൾ മാവിലെ ഇത്തിളില്ലേ, ജീവിക്കാനായി മാത്രം അവർ ആയിരിക്കുന്നു അല്ലേ? അവിടെ താമസിക്കുന്നു. അവർ ബാക്കി ആഹാരമൊക്കെ പാകം ചെയ്താണ് അവർ ജീവിക്കുന്നില്ലേ? പക്ഷേ വെള്ളവും വലിച്ചെടുക്കാറുണ്ട് അതിനകത്തുനിന്ന്. അതുകൊണ്ടാണ് മാവ് ഉണങ്ങിപ്പോകുന്നത്. എപ്പിഫൈറ്റ്സ്. നെക്സ്റ്റ് വരുന്നത്, ഭൂകാണ്ഡത്തിന് ഉദാഹരണം ഏതാണ്? ഭൂകാണ്ഡത്തിന് ഉദാഹരണം ഏതാണ്? ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, മരച്ചീനി, ക്യാരറ്റ്. ആൻസർ എന്താണ്? ഉരുളക്കിഴങ്ങ്. പയറുവർഗ്ഗത്തിൽ പെടാത്ത വിത്തിനം? ഹരിത, ജ്യോതിക, ലോല, മാലിക. ആൻസർ ഹരിത. അപ്പോൾ ഇതേപോലെ പയറുവർഗ്ഗം, വെണ്ടവർഗ്ഗം, അങ്ങനെയുള്ളതിന് പച്ചമുളക് അല്ലേ? കോമണായി ചോദിക്കുന്ന 4 ഐറ്റം. അപ്പോൾ ആ കോമണായ ഐറ്റങ്ങളൊക്കെ പഠിച്ചു വയ്ക്കണം. ചന്ദ്രസങ്കരീനം തെങ്ങ് ഏതിനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത്? ഏതാണത്? ചാവക്കാട്, ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റ് ടോൾ. ചാവക്കാട്, ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റ് ടോളാണ്. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി 2ഉം 4ഉം. മീൻസ് കാർബണും ഹൈഡ്രജൻ അല്ലേ? കാർബൺ 12, 13 ഹൈഡ്രജൻ, ഡ്യൂറ്റീരിയം, പ്രോട്ടിയം. നെക്സ്റ്റ് വരുന്നത്, ബോക്സൈറ്റ് എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ് അല്ലേ? എപ്പോഴും അറിയാം എല്ലാവർക്കും. അലൂമിനിയം. മൂലകങ്ങളെ അവയുടെ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം ചെയ്ത ശാസ്ത്രജ്ഞൻ? അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം ചെയ്ത ശാസ്ത്രജ്ഞൻ ആരാണ്? മൂലകങ്ങളെ മോസ്റ്റ്ലിയാണ്. മൂലകങ്ങളെ വരുമ്പോഴിവിടെ മോസ്റ്റ്ലിയാണ് കേട്ടോ. മൂലകങ്ങളെ മോസ്റ്റ്ലിയാണ്. ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 3 എണ്ണം അല്ലേ? H2O 3 എണ്ണം. H2O ഇവിടെ 2 എണ്ണം അല്ലേ? ഇതൊന്ന്, 3 എണ്ണം. നെക്സ്റ്റ് വൺ, ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിൻ്റെ രാസസൂത്രം എന്താണ്? ബേക്കിംഗ് സോഡ Na2CO3 ഉണ്ട്, NaHCO3 ഉണ്ട്, NaNO2 ഉണ്ട്, NaOH ഉണ്ട്. ആൻസർ ഓപ്ഷൻ ബി ആണ്, NaHCO3. ബേക്കിംഗ് സോഡ NaH ഉണ്ട്, സോഡിയം ബൈ കാർബണേറ്റ്. ബേക്കിംഗ് സോഡ സോഡിയം ബൈ NaH വരുന്നില്ലേ? സോഡിയം ബൈ കാർബണേറ്റ് കേട്ടോ. ബേക്കിംഗ് സോഡ സോഡിയം ബൈ കാർബണേറ്റ്, സോഡിയം ബൈ കാർബണേറ്റ്, സോഡിയം ബൈ H കാർബണേറ്റ്, സോഡിയം ബൈ കാർബണേറ്റ്. നെക്സ്റ്റ്, ഊർജത്തിൻ്റെ ഡയമെൻഷണൽ സമവാക്യം
ആൻസർ ml2T-2. നെക്സ്റ്റ് വൺ, ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിൻ്റെ തിളനില എത്രയാണ്? ഫാരൻഹീറ്റ് താപനില സ്കെയിൽ ജലത്തിൻ്റെ തിളനില അല്ലേ 100 ഡിഗ്രി സെൽഷ്യസ് തിളനില എത്രയാണ് വരിക? 212 ഡിഗ്രി ഫാരൻഹീറ്റ്. തിളനില എത്രയാണ്? തിളയ്ക്കുന്നത് എത്രയാണെന്ന് നമുക്കറിയില്ല. 212 ഡിഗ്രി ഫാരൻഹീറ്റ് 100. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് ആർക്കാണ്? വിശിഷ്ട താപധാരിത ഉള്ളത് ആർക്ക്? അല്ലേ, നമുക്കറിയാം, അത് പഠിച്ചു വെച്ചേക്കുക. ആർക്കാണത്? ജലത്തിനാണ്. നെക്സ്റ്റ് വൺ, പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ആർക്കാണ്? ഗുരുത്വബലം, ക്ഷീണ ആണവബലം, പ്രണവ ആണവബലം, വൈദ്യുത പ്രകൃതിയുടെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ഏതാണ്? ആൻസർ ഗുരുത്വബലം. ഓക്കെ, നെക്സ്റ്റ് വൺ, മനുഷ്യൻ്റെ ശ്രവണ പരിധി അല്ലേ, മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്രയാണ്? ഇപ്പോൾ LGS ചോദിച്ചിട്ടുണ്ട്, മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്രയാണ്? 20 Hz to 20,000 Hz അല്ലേ. അപ്പോൾ ഈ പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ പഠിച്ചിട്ടുണ്ടായി നമുക്ക് LGS എഴുതുന്ന ഒരാൾക്ക് അത് കിട്ടും അല്ലേ. പിന്നെ നമുക്കിതും കിട്ടും, കാരണം LGS ഇപ്പോൾ കഴിഞ്ഞു. അതേ അല്ല, ആ 10th ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് എന്തെങ്കിലും വരിക, നമുക്ക് ഏകദേശം ഉദ്ദേശിക്കാം. അപ്പോൾ ഈ 23-ലെ 22-ലെ 20-ലെ പ്രിലിംസ് ക്വസ്റ്റ്യൻസ് അത്രയും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 50 മാർക്ക് അല്ലെ, 40 ഒക്കെ കിട്ടുകയും ചെയ്യും. ബാക്കി നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടുകൂടെ പഠിക്കണം. ഓക്കെ, 1,00,000 എത്ര 1000 ഉണ്ട് അല്ലേ? എത്ര 1000 ഉണ്ട്? 1,00,000 1 ലാഖിൽ എത്ര 1000 അല്ലേ? 1000 ഉണ്ടെന്ന് എഴുതി നോക്കിയാൽ പോരെ. ഒറ്റ 10 100 1000 10,000 ലക്ഷം അല്ലേ? ലക്ഷമായില്ല, എത്ര 1000 ഉണ്ട്? 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര 1000 ഉണ്ട് അല്ലേ? 100 ബാക്കി വരിക. ഇതല്ല 3 0 1000, ഇവിടെ 3 0 1000, ബാക്കി 100 വന്നേ. സോ 1000 കേട്ടോ, 100 ഓപ്ഷൻ ബി ആണ് ആൻസർ, 100. നെക്സ്റ്റ് 40 മൈനസ് 8 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 3 അല്ലേ. 8ഉം 4ഉം കൂടി ഡിവിഷൻ ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 8/2 4 ഉണ്ട് അല്ലേ. 4 കിട്ടി. ഇൻറ്റു 3, 4 ഇൻറ്റു 3 12 അല്ലേ. 4 ഇൻറ്റു 3 12 ഞാൻ എഴുതി. പിന്നെ മൈനസ് 40, 40 കുറയ്ക്കണം 12 അല്ലേ. 40 12 കുറയ്ക്കാം. അപ്പോൾ എത്ര കിട്ടും നോക്കട്ടെ. ആൻസർ ഓപ്ഷൻ സി കിട്ടും നോക്കാം. 40 12 കുറച്ച് നോക്കാം. 10 2 8 അല്ലേ. കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ എന്താ പറയുക ഒന്നുകൂടെ പറയാം. 8 ഡിവൈഡ് ബൈ 2 എത്ര കിട്ടും നമുക്ക്? 4 കിട്ടി അല്ലേ. ആ 4 ഇൻറ്റു 3, ഈ 4 ഇൻറ്റു ഈ 3 എടുത്ത് എഴുതി. 4 3 12 ആ 12 ഇതാണ് അല്ലേ. ദെൻ 40 ഇതിവിടെ എഴുതി. 40 മൈനസ് 12 അല്ലേ. മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 28 കിട്ടി. ശരിയല്ലേ? നെക്സ്റ്റ്, 3 ബൾബുകൾ യഥാക്രമം 3, 4, 5 മിനിറ്റുകൾ ഇടവിട്ട് പ്രകാശിക്കും. അവയെല്ലാം ഒരുമിച്ച് 8 AM കത്തിയെങ്കിൽ വീണ്ടും എപ്പോൾ ഒരുമിച്ച് പ്രകാശിക്കും? കേട്ടോ, ദ ആൻസർ ഈസ് 83, ഓപ്ഷൻ ഡി ആണ്. അറിയാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ പറയില്ല കേട്ടോ. ഇനിയും നെക്സ്റ്റ് 2, 4, 6 എന്നീ സംഖ്യകളുടെ ഉസാഖ എന്താണ്? ഉസാഖ കണ്ടാൽ മതി അല്ലേ. ആൻസർ ഇതാണ് 2. ഉസാഖ നമുക്കറിയാം അല്ലേ. ഇങ്ങനെ കണ്ട ഉസാഖ, LCM അല്ലേ. ഉസാഖ, ലസാഗു ഇങ്ങനെ 2, 4, 6 എഴുതുക. ചെയ്ത് നോക്കുക എത്ര വെച്ച് അടങ്ങും നോക്കാം അല്ലേ. കോമൺ ഫാക്ടർ നോക്കാം. 2 അതിൻ്റെ ഉസാഖ വരുന്നത്. നെക്സ്റ്റ്, നീളം 3, 3ഉം 4 3 മീറ്ററും വീതി 9ഉം 3 മീറ്ററും ആയ ചതുരത്തിൻ്റെ പരപ്പളവ് സെൻറ്റിമീറ്ററാണ്. ആൻസർ എത്രയാണ്? ഓപ്ഷൻ എ ആണ്, 35. 18,793 18,793 ഏത് സംഖ്യ കൂട്ടിയാൽ 50 കിട്ടും അല്ലേ? ഏത് സംഖ്യ കൂട്ടിയാൽ 50 കിട്ടും? ഇവിടെ പോയിൻ്റാണ് അല്ലേ. സോറി, എൻ്റെ കണ്ണ്. 18.793 ഏത് കൂട്ടിയാൽ 50 കിട്ടും എന്ന് വെച്ചാൽ എന്ത് ചെയ്താൽ മതി? കുറച്ച് നോക്കിയാൽ പോരെ. 50 മൈനസ് അല്ലേ. ഇവിടെ 50 മൈനസ് 18, 50 മൈനസ് 50.000 ഇടണം. എന്നിട്ട് 18.793 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 10 3 പോകും. ഇവിടെ 10 3 പോകുമ്പോൾ 7 വരുന്നു. ഓക്കെ, പിന്നെ ഇവിടെ 9 0 വരുന്നു. ഇവിടെ 8 1 വരുന്നു കേട്ടോ. പിന്നെ അവിടെ 6. സോ അത് ആൻസർ എത്ര വരിക? അന്നേരം ഓപ്ഷൻ സി ആണ് വരിക, 31.207 കിട്ടും കേട്ടോ.
ഓക്കെ, ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. നെക്സ്റ്റ് വൺ, ചുവടെ കൊടുത്തിട്ടുള്ള സംഖ്യകളിൽ പൂർണ്ണവർഗ സംഖ്യയാൻ സാധ്യതയില്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 2502. നെക്സ്റ്റ്, ഒരു സ്ഥാപനത്തിൽ 15 ജോലിക്കാരുണ്ട്. അതിൽ 32 വയസ്സുള്ള ഒരാൾ സ്ഥലം മാറിയപ്പോൾ പകരം മറ്റൊരാൾ ജോലിക്ക് വന്നു. ജോലിക്കാരുടെ ശരാശരി വയസ്സ് 1 കൂടിയെങ്കിൽ പുതുതായി വന്ന ആളിൻ്റെ പ്രായം എത്ര വയസ്സാണ്? ആൻസർ ഓപ്ഷൻ ഡി തന്നെയാണ് 47. 250 രൂപയ്ക്ക് ഒരു സാധനം വിൽക്കുമ്പോൾ 14% ലാഭം കിട്ടണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണം? ആൻസർ ഓപ്ഷൻ സി ആണ് 855. 120 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 108 km/മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഈ തീവണ്ടി 150 മീറ്റർ നീളമുള്ള പാലം കടന്നു പോകാത്ത സമയം എടുക്കും അല്ലേ? അതും വേഗത ഈക്വൽ ടു സമയം അല്ലേ? അത് വെച്ച് ചെയ്യണം. സമയം ദൂരം വെച്ച് ചെയ്താൽ നമുക്ക് ഇക്വേഷൻ വെച്ച് ചെയ്താൽ കണക്ക് ഓപ്ഷൻ കിട്ടും. ആൻസർ ഓപ്ഷൻ ബി ആണ് 10 സെക്കൻഡ്. പ്ലസ് എന്നാൽ ഇൻറ്റു, മൈനസ് എന്നാൽ ഡിവിഷൻ. അങ്ങനെയാൽ 12 - 3 × 4 + 2 ഡിവിഷൻ 5ൻ്റെ വില എന്താണ് അല്ലേ? അവിടെ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? അതായത് 12 കൊടുക്കുക അല്ലേ? ഈ മൈനസ് എന്ന് പറയുമ്പോൾ അതിന് പകരം ഏച്ച് കൊടുക്കണം. മൈനസ് എന്നാൽ ഡിവിഷൻ, അവിടെ നമ്മൾ ഡിവിഷൻ കൊടുത്തു അല്ലേ? ഇൻറ്റു 3 ഇട്ടു. ഇൻറ്റു വന്നാൽ എന്താണ്? ഇൻറ്റു വന്നാൽ പ്ലസ് അല്ലേ? ഇനി പ്ലസ് എന്നാൽ ആരാ വന്ന? ഇൻറ്റു. പ്ലസ് എന്നാൽ ഇൻറ്റു കൊടുത്തു, പകരം 2 ഇട്ടു അല്ലേ? ഡിവിഷൻ എന്നാൽ ആരാണ്? മൈനസ് ആണ്. അത് വെച്ച് ചെയ്താൽ പോരെ? ഇനിയും ബോർഡ് മാസ് തന്നെ നോക്കണം അല്ലേ? എന്നാലേ പറ്റുള്ളൂ. അപ്പോൾ മൈനസ് എന്നാൽ ഇവിടെ എന്താണ്? മൈനസ് എന്നാൽ ഡിവിഷൻ ആയിരുന്നു അല്ലേ? ഇവിടെ ഫസ്റ്റ്. അപ്പോൾ ഡിവിഷൻ ഇവിടെ നോക്കണം. 12/3 അല്ലേ ആദ്യം. അപ്പോൾ അതൊരു 4 കിട്ടും. പിന്നെ 4 + 4 അങ്ങനെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ദി ആൻസർ എന്താ പറയുക? 91. ആൻസർ ഓപ്ഷൻ എ ആണ് 7 കേട്ടോ. ബോർഡ് മാസ് റൂൾ വെച്ച് നമുക്ക് ചെയ്യാം. ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 16 ആണ് വരിക. സമാന ബന്ധം കണ്ടെത്തുക. 93 ഓപ്ഷൻ ഡി ആണ് അസ്തമയം. നെക്സ്റ്റ്, ബെസ്റ്റ് എന്നതിന് അറ്റ് അല്ലേ ആ സംഖ്യയും സോപ്പ് എന്നതിനെ കോഡ് നൽകിയാൽ പാസ്റ്റ് എങ്ങനെ കോഡ് ചെയ്യാം അല്ലേ? ഈ ബി എന്ന് പറയുമ്പോൾ എ വരുന്നു അല്ലേ? ഇ എന്ന് പറയുമ്പോൾ പെർസെൻറ്റേജ് അങ്ങനെ നോക്കുമ്പോൾ അല്ലേ? ഓരോ അക്ഷരം നോക്കിയിട്ട് സോപ്പിൻ്റെ ആകുമ്പം ഇവിടെ പാസ്റ്റ് എന്ന് പറയുമ്പോൾ അല്ലേ? ഈ പി എന്ന് പറയുമ്പോൾ ആരാ വരിക? ഈ സാധനം അല്ലേ? നമ്മുടെ ആൻഡ് എന്നുള്ള സാധനം. എ എന്ന് പറയുമ്പോൾ ആരാ വരിക? ഇത് ഡിവിഷൻ ശരിയല്ലേ? ഈ എന്ന് പറയുമ്പോൾ അത് ഡിവിഷനിലേക്ക് വരും. എസ് എന്ന് പറയും, ഇവിടെ എസ് ഉണ്ട് അല്ലേ? എസ് എന്ന് 2 എസ് ഉണ്ട്. എസ് എന്ന് പറയുമ്പോൾ രണ്ടാമത് പെർസെൻറ്റേജ് വന്നു, ഇവിടെ ഇതും വന്നിട്ടുണ്ടല്ലേ? അപ്പോൾ നമുക്ക് ഏതാണെന്ന് നോക്കാം. എസ് ഇവിടെ പെർസെൻറ്റേജ് ഉണ്ട്, നാലാമത്തെ ഇതാ വന്നിരിക്കുന്നത് അല്ലേ? ഈ സാധനം അറ്റ് ഹാഷ് എന്നൊക്കെ പറയും നമ്മളല്ലേ? ഇവിടെ ഹാഷ് തന്നെ. അപ്പോൾ ഹാഷ് ഇസ്തി നമ്മൾ ഹാഷ് വരുന്നു. പിന്നെ ടി ആയിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആരായിരുന്നു വന്ന് നോക്കാം. 94 എളുപ്പമായിരുന്നു അല്ലേ? ബി എ. കറക്റ്റ് ശരിയായില്ലേ? അത് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യാമല്ലോ. തന്നെ ചെയ്ത് നോക്കണേ. തന്നിരിക്കുന്ന സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ തിരഞ്ഞെടുത്താൽ മൂന്നാമത്തെ സംഖ്യ. അവരോഹണക്രമം എന്ന് പറയുമ്പോൾ എന്താണ്? വലുതീന്ന്. അവരോഹണക്രമം വലുതീന്ന് ചെറുതിലേക്ക് എഴുതുക ആദ്യം അല്ലേ? വലിയ സംഖ്യ നോക്കി ചെറുത് സംഖ്യ നോക്കി എഴുതില്ല. മൂന്നാമത്തെ സംഖ്യ എഴുതാൻ അറിയാമല്ലോ. ദി ആൻസർ എന്താണ്? ഓപ്ഷൻ എ 325 കേട്ടോ. ശരിയായ രീതിയിൽ ക്രമീകരിച്ച് ഏതിനെയാണ്? അതെന്താ പറഞ്ഞാൽ സസ്യപൂക്ക്, മാംസപൂക്ക് അല്ലേ? അങ്ങനെയാണ് വിഘാടകരെന്ന് വരുന്ന സംഭവത്തിലാണ് ആ കൊടുത്തേക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലേ? പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, പരുന്ത്. സസ്യപൂക്ക് സസ്യങ്ങൾ, സസ്യപൂക്ക് തന്നെ അതിനെ കഴിക്കുന്നത്, പിന്നെ മാംസപൂക്കൾ. ഓക്കെ, അങ്ങനെ വന്നേക്കുന്നത്. ഒറ്റയാനെ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ഇവിടെ ACE KMO GHJ RTV അല്ലേ? ACE A B ഇല്ല, C D ഇല്ല. ഓക്കെ, അങ്ങനെയല്ലേ? K L ഇല്ല, M. ഓക്കെ, അതിനകത്തുനിന്ന് K L ഇല്ല, പിന്നെ M N ഇല്ല, O ഉണ്ട്. GH ഉണ്ടോ? GHIJ R S ഇല്ല, T U V. അപ്പം ആൻസർ ഇതാ വന്നത്. അപ്പം തന്നെ വായിച്ചപ്പോൾ കിട്ടിയില്ലേ? GHG അല്ലേ? G കഴിഞ്ഞിട്ട് HI അല്ലേ വരണ്ടേ? I. ഓക്കെ, ദാറ്റ്സ് ദി ആൻസർ. ബി ഈസ് ദി ആൻസർ. നെക്സ്റ്റ്, താഴെ കൊടുത്തിട്ടുള്ളവയിൽ വേറിട്ട് നിൽക്കുന്ന ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ത്രികോണം. 2 കൊല്ലം മുമ്പ് അമ്മയ്ക്ക് മകളുടെ 4 വയസ്സ് മടങ്ങായിരുന്നു. 2 കൊല്ലം കഴിഞ്ഞാൽ അമ്മയ്ക്ക് മകളുടെ 3 വയസ്സ് മടങ്ങാകും. എന്നാൽ മകളുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര?
ആൻസർ ഓപ്ഷൻ സി ആണ് 10. നെക്സ്റ്റ് വൺ 10 കുട്ടികൾ 40 കുട്ടികളുള്ള ക്ലാസ്സിൽ ലതയുടെ റാങ്ക് മുന്നിൽ നിന്ന് 15-മതാണ് അല്ലേ? 15-മതാണ് എങ്കിൽ അവസാനത്തിൽ നിന്നും ലതയ്ക്ക് എത്രാമത്തെ റാങ്ക് കിട്ടും അല്ലേ? ഇത് രണ്ടും മൈനസ് ചെയ്തിട്ട് വരണം. ആൻസർ ഓപ്ഷൻ ഡി ആണ് 26 ആണ്. ഒന്ന് മൈനസ് ചെയ്തിട്ട് ഒന്ന് മൈനസ് ചെയ്യണം കേട്ടോ. അങ്ങനെയാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുക. താങ്ക് യു. സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.